Good morning. Good morning, ma'am. Good morning, Miss. Good morning, Miss. Okay. നമുക്കൊരു ചെറിയൊരു പോർഷനും കൂടി എടുക്കാനുള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് ഇതിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആവുകയാണ് അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പോർഷൻ നോക്കാം കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് ആൻഡ് ഇൻവോൾവ്മെന്റ്. എന്താണ് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാല്, എന്താണ് ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാല്, ഇതാണ് ആ ചെറിയൊരു പാരഗ്രാഫിൽ നമുക്ക് നോക്കാനുള്ളത്. നോക്കാം. ടു അതർ കീ വർക്ക് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആർ ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് ആൻഡ് എൻഗേജ്മെന്റ്. വർക്ക് റിലേറ്റഡ് ആക്ടിവിറ്റീസിലെ രണ്ട് എലമെന്റ്സ് ആണ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റും അതുപോലെ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽ സെൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ വിത്ത് ആൻഡ് ലോയൽറ്റി ടു ആൻ ഓർഗനൈസേഷൻ. അണ്ടർലൈൻ ചെയ്യാം. എന്താണ് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. എന്താണ് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാല്, organizational commitment refers to an individual's sense of identification with and loyalty to an organization. Identification എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചറിയുക അല്ലെ? തിരിച്ചറിയൽ. Identification, individual's sense of identification with. Okay, individuals sense of identification എന്ന് പറഞ്ഞാൽ അത് അവരുടെ ആ സെൻസ്, അത് തിരിച്ചറിയല്ലോ. ഓർഗനൈസേഷനിലുള്ള ഓരോ എംപ്ലോയീസിന്റെയും ഇത് സെൻസ് അല്ലെ, ബോധം തിരിച്ചറിയാനായിട്ടുള്ള കഴിവ്. അതുപോലെ തന്നെ എന്താണ്? ആൻഡ് ലോയൽറ്റി. ലോയൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസ്തത അല്ലെ? അപ്പോ അതിനെ, ഈ രണ്ടിനെയുമാണ് ഈ ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽസ് സെൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ലോയൽറ്റി ടു ദ ഓർഗനൈസേഷൻ. അപ്പോ ഇൻഡിവിജ്വൽസിനുള്ള അതിന്റെ എന്താണ്? സെൻസ് ഓഫ് ഐഡന്റിഫിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ ലോയൽറ്റി, വിശ്വസ്തതയുമാണ് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി എന്താണ്? ഇൻവോൾവ്മെന്റ് റെഫേഴ്സ് ടു, അണ്ടർലൈൻ ചെയ്യാട്ടോ. Involvement refers to a person's willingness to be a team member and work beyond the usual standards of the job. അപ്പൊ എന്താണ് ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ടീം അംഗമാകാനും അതുപോലെ തന്നെ ജോലിയുടെ സാധാരണ മാനദണ്ഡങ്ങൾക്കപ്പുറം പ്രവർത്തിക്കാനുമുള്ള ഒരു വ്യക്തിയുടെ സന്നദ്ധത. ഓക്കെ, സന്നദ്ധതയാണ് പങ്കാളിത്തം അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താ പറയുന്നത്? ഒരു ടീം അംഗമാകാനും ജോലിയുടെ സാധാരണ മാനദണ്ഡങ്ങൾക്കപ്പുറം പ്രവർത്തിക്കാനുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ സന്നദ്ധതയാണ് ഈ പങ്കാളിത്തം അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി എന്താണ്? An employee with little involvement is motivated by extrinsic motivational factors, and an employee with the strong involvement is motivational factors. ഇനി നമ്മള് കൂടെ ജോലി ചെയ്യുന്ന ആളുകള് കുറവ് പങ്കാളിത്തം അല്ലെങ്കിൽ എന്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് കുറവ് ഇൻവോൾവ്മെന്റ് ആണെങ്കിൽ എന്താണ്? അവര് അങ്ങനെയുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് അവര് നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം അല്ലെ? അപ്പൊ അവരെ നല്ല രീതിയിൽ നമ്മള് കോൺഫിഡൻസ് കൊടുത്ത് മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമ്മള് തയ്യാറാവണം. ഇവിടെയുള്ള വർക്കേഴ്സ് ആയാലും അതുപോലെ മാനേജേഴ്സ് ആയാലും സൂപ്പർവൈസേഴ്സ് ആയാലും എന്ത് ചെയ്യണം? ലിറ്റിൽ ഇൻവോൾവ്മെന്റ് ഉള്ള അല്ലെ, എന്താണ് അങ്ങനെയുള്ള കുറവ് പങ്കാളിത്തമുള്ള എംപ്ലോയീസിനെ നമ്മൾ മോട്ടിവേഷനിലൂടെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. The number of factors lead to commitment and involvement. Okay, commitmentനെയും അതുപോലെ തന്നെ ഇൻവോൾവ്മെന്റിനെയും കുറെ ഫാക്ടേഴ്സ് ലീഡ് ചെയ്യുന്നുണ്ട്, നയിക്കുന്നുണ്ട്. Both may increase with the employee's age and years with the organization sense of job
security and participation in decision making. അതുപോലെ തന്നെ ഒരു ജീവനക്കാരന്റെ പ്രായം അല്ലെ, ഏജ്, എംപ്ലോയീസ് ഏജ്, ജീവനക്കാരന്റെ പ്രായം, സ്ഥാപനവുമായിട്ടുള്ള വർഷങ്ങൾ, അവർക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ, ഇയേഴ്സ് വിത്ത് ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ സെൻസ് ഓഫ് ദി ജോബ് സെക്യൂരിറ്റീസ്, തൊഴിലിന്റെ ആ സുരക്ഷ. അതുപോലെ തന്നെ അവരെന്താണ്, പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്, എന്ത് കാര്യം ഓർഗനൈസേഷനിൽ എന്ത് കാര്യം വന്നാലും അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലെ, ഡിസിഷൻ മേക്കിങ്ങിന് തീരുമാനം എടുക്കുന്നത് അല്ലെ, ഓരോ കാര്യങ്ങൾക്കും ഇവർക്കും എന്താണ് ഓരോ അഡ്വൈസുകൾ കൊടുക്കാനായിട്ട്. അതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഓർഗനൈസേഷനിൽ എന്തൊരു കാര്യം വന്നിട്ടുണ്ടെങ്കിലും അതിന് നമ്മൾ തീരുമാനമെടുക്കാൻ നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതനുസരിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്, ഡിസിഷൻ മേക്കിംഗ് പാർട്ടിസിപ്പേഷൻ അല്ലെ, ഡിസിഷൻ മേക്കിംഗിൽ തീരുമാനമെടുക്കാനായിട്ട് ഇൻവോൾവ്മെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റി നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്, എംപ്ലോയീസിന്റെ എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ അവരുടെ ഈ ഏജുകളും അവരുടെ പ്രായം ഇതൊക്കെ നമ്മൾ വർദ്ധിച്ചു വരുന്നതനുസരിച്ച് തന്നെ എന്താണ് രണ്ട് കാര്യങ്ങളും അല്ലെ, ഇൻവോൾവ്മെന്റ് ആയാലും കമ്മിറ്റ്മെന്റ് ആയാലും വർദ്ധിക്കുന്നുണ്ട് ഇല്ലേ. നമുക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ പ്രായം, അതുപോലെ തന്നെ നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ കമ്പനിയിലൊക്കെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കുറെ രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് അല്ലെ. അപ്പോ എന്താണ് നല്ല രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെന്റും അതുപോലെ തന്നെ ഇൻവോൾവ്മെന്റും ഇങ്ങനെയുള്ള ഈ ഫാക്ടേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഒരു ജീവനക്കാരന്റെ ഏജ്, അതുപോലെ തന്നെ സ്ഥാപനവുമായുള്ള എക്സ്പീരിയൻസ്, എത്ര വർഷം അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആണ് എന്നുള്ളത്, അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ എന്താണ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെ എന്താണ് ഇതൊക്കെ വർദ്ധിച്ചു വരുന്നതനുസരിച്ചിട്ട് എന്താണ് ഈ രണ്ട് കാര്യങ്ങളും ഇൻവോൾവ്മെന്റ് ആയാലും അതുപോലെ കമ്മിറ്റ്മെന്റും വർദ്ധിച്ചേക്കാം എന്നാണ് പറയുന്നത്. If the organization treats its employees fairly and provide reasonable rewards and job security, employees are more likely to be satisfied and committed. ഇനി അതുപോലെ തന്നെ എംപ്ലോയീസിനെ ന്യായമായിട്ടും അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള റിവാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും അതുപോലെ ജോബ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും എംപ്ലോയീസ് എന്താണ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ. ഇപ്പൊ നമ്മള് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയീസ് ആണെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള ജോബ് സെക്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ തരുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സാലറി തരുന്നില്ല, നമ്മളെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് തരുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. പക്ഷേ ഓരോ ഓർഗനൈസേഷനും എംപ്ലോയീസിനെ ന്യായമായിട്ടും അതുപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള റിവാർഡുകൾ പ്രൊവൈഡ് ചെയ്തും ജോബ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, സംതൃപ്തരായിരിക്കും. എൻഗേജിങ് എംപ്ലോയീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ക്യാൻ ഓൾസോ ഹെൽപ്സ് ബൂസ്റ്റ് കമ്മിറ്റ്മെന്റ് അല്ലെ. നല്ല രീതിയിൽ ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്താണ് ഒരു തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഓരോ കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് പറയും. അതുപോലെ തന്നെ ഇൻ പാർട്ടിക്കുലർ ക്രിയേറ്റീവ് ജോബ് ദാറ്റ് ആർ എൻഗേജിങ് ആൻഡ് ചാലഞ്ചിങ് ഇൻ ഇംപ്രൂവിംഗ് ജോബ് ഇൻവോൾവ്മെന്റ്. ഓർഗനൈസേഷനിൽ ഏത് ചലഞ്ചിങ് ടാസ്ക് വന്നിട്ടുണ്ടെങ്കിലും ഏത് പെർഫോം ചെയ്യാൻ പറഞ്ഞാലും എന്താണ് അവർക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ കാര്യങ്ങൾ എന്ത് കഷ്ടപ്പെട്ടിട്ടായാലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാനും നല്ല രീതിയിലുള്ള ആ ജോബ് കംപ്ലീറ്റ് ആക്കാനായിട്ടും സഹായിക്കുന്നുണ്ട് അല്ലെ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനാണെങ്കിൽ. അഥവാ എന്താണ് അതർവൈസ് ആണെങ്കിൽ അവിടെ നിന്ന് ഒരു റിസൈൻ ചെയ്ത് പോകാനായിട്ടേ നോക്കുള്ളൂ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്, കമ്മിറ്റ്മെന്റ് എന്താണ്, ഇൻവോൾവ്മെന്റ് എന്താണ്. ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് അതുപോലെ തന്നെ ഇൻവോൾവ്മെന്റ്. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ പാരഗ്രാഫ്. ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് എന്താണ്, അതുപോലെ തന്നെ ഇൻവോൾവ്മെന്റ് എന്താണെന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. സെക്കൻഡ് ലൈൻ ആൻഡ് തേർഡ് ലൈൻ കേട്ടോ.
ഓക്കെയാണോ? ഓർഗനൈസേഷണൽ ഇൻവോൾവ്മെന്റ് ആൻഡ് കമ്മിറ്റ്മെന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ലേണിംഗ്. ലേണിംഗ് എന്നാൽ എന്താണ്? എന്താണ് ലേണിംഗ്? നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലേ. നമ്മളിപ്പോ പറയാറുണ്ട് എന്ത്, നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോ ഓരോ സെക്കൻഡിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ലേണിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആണോ? ആണോ? യെസ്. ഓക്കെ, അപ്പൊ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? Learning is a significant psychological factor influencing human behavior. Underline ചെയ്തേ. Learning എന്ന് പറഞ്ഞാൽ എന്താണ്? Learning is a significant psychological factor influencing human behavior. മനുഷ്യന്റെ ആ പെരുമാറ്റം, ബിഹേവിയർ അല്ലെ, പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ഒരു മനഃശാസ്ത്ര ഘടകമാണ് ലേണിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സൈക്കോളജിക്കൽ ഫാക്ടർ എന്താണ്? മനുഷ്യന്റെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന മനഃശാസ്ത്ര ഘടകമാണ് എന്ത്? സിഗ്നിഫിക്കന്റ്, പ്രധാനമായിട്ടുള്ള മനഃശാസ്ത്ര ഘടകത്തെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് can be defined as, underline ചെയ്യാം. Learning എന്താണ്? Learning can be defined as relatively permanent change in behavior that occurs as the result of experience or reinforced practices. Okay, അപ്പൊ എന്താണ് ലേണിംഗ്? ലേണിംഗിന് ആ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? റിലേറ്റീവ്ലി പെർമനന്റ് changes in behavior that occurs as a result of an experience or reinforced practices. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? അനുഭവത്തിന്റെയോ അല്ലെ, എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നത് അല്ലെ, അനുഭവത്തിന്റെയോ അതുപോലെ തന്നെ പരിശീലനത്തിന്റെയോ, ശക്തിപ്പെടുത്തിയിട്ടുള്ള പരിശീലനത്തിന്റെയോ ഫലമായിട്ട് പെരുമാറ്റത്തിൽ സംഭവിക്കുന്ന താരതമ്യേന സ്ഥിരമായിട്ടുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ പഠനങ്ങൾ എന്ന് നിർവചിക്കുന്നത്. മനസ്സിലായോ? പഠനത്തിലൂടെ അല്ലെ, നമുക്ക് പല പല എക്സ്പീരിയൻസിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? പരിശീലനത്തിലൂടെ അല്ലെ, പരിശീലനത്തിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ നമ്മുടെ ജീവിതത്തില്. അപ്പൊ അങ്ങനെ എക്സ്പീരിയൻസിലൂടെയും പരിശീലനത്തിലൂടെയും അതിന്റെ ഫലമായിട്ട് പെരുമാറ്റത്തില് താരതമ്യേന സംഭവിക്കുന്ന സ്ഥിരമായിട്ടുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ലേണിംഗ് എന്ന് പറഞ്ഞാല് is a significant psychological factor influencing human behavior. അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ലേണിംഗ് ഡിഫൈൻഡ് as റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ചസ്, സ്ഥിരമായിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് അല്ലെ. പെർമനന്റ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ദാറ്റ് occurs as the result of experience or reinforced practices. എന്താണ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത്? ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള മനഃശാസ്ത്ര ഘടകമാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലേണിംഗ് ക്യാൻ ബി ഡിഫൈൻഡ്, എന്താണ് അതിനെ നിർവചിക്കുന്നത്? എങ്ങനെയാണ്? അനുഭവത്തിന്റെയോ എക്സ്പീരിയൻസിലൂടെയോ അതുപോലെ തന്നെ നമുക്ക് പരിശീലനത്തിലൂടെയോ അതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ, നമ്മളെ പെരുമാറ്റത്തിലുള്ള സ്ഥിരമായിട്ടുള്ള താരതമ്യം എന്തെങ്കിലും സ്ഥിരമായിട്ട് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മള് ലേണിംഗ് എന്നതുകൊണ്ട് നിർവചിക്കുന്നത്. ഇനി the definition of learning includes the 4 key aspects. Okay, എന്തൊക്കെയാണ് 4 key aspects വരുന്നത്? Learning involves a change in behavior. This change is not necessarily an improvement or previous behavior, but bad habits, prejudices, stereotypes, and work restrictions are also learned. എന്താണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്? പഠനം എന്നത് എന്താണ്? നമ്മുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അല്ലെ. നമുക്ക് എന്തുണ്ടാവാം? ബിഹേവിയറൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ബിഹേവിയറൽ ചേഞ്ചസ് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ പഠനത്തിലൂടെ നമുക്ക് എന്താണ്?
ഒരു നമ്മുടെ പെരുമാറ്റത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. പഠനം എന്നത് നമ്മുടെ പെരുമാറ്റത്തെ ശക്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്ന ഒരു ശക്തമായിട്ടുള്ളൊരു പ്രക്രിയയാണ് ലേണിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷെ അതെല്ലായ്പ്പോഴും നമുക്ക് എന്താണ് ഒരു പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല അല്ലെ. അവിടെ പറയുന്നത് എന്താണ്, എല്ലായ്പ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല. പക്ഷെ അത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോ എന്താണ്, നല്ല കാര്യങ്ങൾ നമുക്ക് അതിലൂടെ പഠിക്കാൻ കഴിയും ഇല്ലേ. പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല. പഠനത്തിലൂടെ നമുക്ക് എന്താണ്, നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. എന്നാൽ എന്താണ്, മോശം കാര്യങ്ങളും അതിലൂടെ പഠിക്കാനായിട്ട് കഴിയുന്നുണ്ട് ഇല്ലേ. പഠനം ലേണിങ്ങിലൂടെ എന്താണ്, എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം നമുക്ക് അല്ലെ, പഠനത്തിലൂടെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് നമുക്ക് എന്താ പറയാ, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാ പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല പഠനം എന്ന് പറയുന്നത് അല്ലെ. നല്ല കാര്യങ്ങൾ നമുക്ക് അതിലൂടെ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മോശമായിട്ടുള്ള കാര്യങ്ങളും ഈ പഠനത്തിലൂടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. എക്സാമ്പിൾ പറയാം, എന്താണ് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രെജുഡൈസ് എന്ന് പറഞ്ഞാല് മുൻവിധി അല്ലെ, നമ്മള് മുൻവിധി നടത്തുന്നത്, അതുപോലെ തന്നെ സ്റ്റീരിയോ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റഗറൈസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്, പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. പഠനത്തിലൂടെ തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ. അപ്പോ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ഒരു എപ്പോഴും നമുക്ക് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകണമെന്നില്ല, അതിലൂടെ മോശം കാര്യങ്ങളും നല്ല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ദ ബിഹേവിയറൽ ചേഞ്ചസ് ഈസ് must be relatively permanent. Any temporary changes in behavior is not a part of learning. അപ്പൊ എന്താ പറയുന്നത്, ഈ ബിഹേവിയറൽ ചേഞ്ചസ് മസ്റ്റ് ബി റിലേറ്റീവ്ലി പെർമനന്റ്, സ്ഥിരമായിരിക്കണം അല്ലെ. ഈ ബിഹേവിയറൽ ചേഞ്ചസ് പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇങ്ങനെയുള്ള ഈ ബിഹേവിയറൽ ചേഞ്ചസ് പെർമനന്റ് ആയിരിക്കും. പക്ഷെ എന്താണ്, ഇനി ടെമ്പററി ചേഞ്ചസും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതെന്താണ്, ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ലേണിംഗ് എന്നാണ് പറയുന്നത്. ലേണിംഗിന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഇങ്ങനെയുള്ള ടെമ്പററി ചേഞ്ചസ് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്താണ്, പെർമനന്റ് ആയിരിക്കും, സ്ഥിരമായിരിക്കും. ടെമ്പററി ചേഞ്ചസും വരാം, പക്ഷെ അതെന്താണ്, നോട്ട് എ പാർട്ട് ഓഫ് ലേണിംഗ്. ഇനി തേർഡ് പോയിന്റ് എന്താണ്, ബിഹേവിയറൽ ചേഞ്ചസ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ സം ഫ്രം ഓഫ് പ്രാക്ടീസസ് ഓർ എക്സ്പീരിയൻസ്. എന്താ പറയുന്നത്, ഇങ്ങനെ നമുക്ക് എന്താണ്, എക്സ്പീരിയൻസിലൂടെയോ അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെയൊക്കെ അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബിഹേവിയറൽ ചേഞ്ചസ് ബേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബിഹേവിയറൽ ചേഞ്ചസ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ഇതിലേക്കാണ് ബേസ് ചെയ്തിരിക്കുന്നത്, പ്രാക്ടീസിലൂടെ, പരിശീലനത്തിലൂടെയും അനുഭവത്തിലൂടെയും. അതിനെയൊക്കെ അടിസ്ഥാനം, ഈ രണ്ട് കാര്യങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, പ്രാക്ടീസ് ഓർ എക്സ്പീരിയൻസ് മസ്റ്റ് ബി റീഇൻഫോഴ്സ്ഡ് ഇൻ ഓർഡർ ഫോർ ലേണിംഗ് ടു ഒക്യൂർ. എന്താണ്, പഠനം സംഭവിക്കണമെങ്കിൽ അല്ലെ, നല്ല രീതിയിലുള്ള ലേണിംഗ് സംഭവിക്കണമെങ്കിൽ എങ്ങനെയൊക്കെയാണ്, എക്സ്പീരിയൻസിലൂടെയും പ്രാക്ടീസിലൂടെയുമാണ് നമുക്കത് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനും ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെയുള്ള പഠനം നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ എന്താണ്, പ്രാക്ടീസിലൂടെയും പരിശീലനത്തിലൂടെയും എക്സ്പീരിയൻസിലൂടെയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും നമ്മുടെ ജീവിതത്തിൽ അത് ഉയർത്തിക്കൊണ്ടുവരാനും പഠനത്തിലൂടെയാണ് സാധിക്കുന്നത്. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്, 4 ആസ്പെക്ട്സ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം, കമ്പോണൻസ് ഓഫ് ലേണിംഗ് പ്രോസസ്. The elements of the learning process are drive, cue stimuli, response, reinforcement and retention. അപ്പൊ എന്തൊക്കെയാണ് ലേണിംഗ് പ്രോസസ്സിന്റെ 4 കമ്പോണൻസ് അല്ലെ. ലേണിംഗ് പ്രോസസ്സിന്റെ കമ്പോണൻസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്, ഡ്രൈവ് ഉണ്ട്, അതുപോലെ ക്യൂ സ്റ്റിമുലി ഉണ്ട്, റെസ്പോൺസ് ഉണ്ട്, റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് റിറ്റൻഷൻ ഉണ്ട്. ഇനി ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉൾപ്രേരണ. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഉൾപ്രേരണ.
Learning frequently occurs in the presence of drive, any strong stimulus that impulse actions. Drive are basically two types, primary or psychological drives and secondary physiological drives. These two categories of drive often interact. Individuals operate under many drives at the same. To predict behavior, it is necessary to establish which drives are stimulating the most. അപ്പോ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഉൾപ്രേരണയാണ് അല്ലെ. ഡ്രൈവുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എന്താ പറയുന്നത്? ഡ്രൈവുകള് പ്രവർത്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ഒരു ഉത്തേജകങ്ങളാണ് ഇത്. ഡ്രൈവുകൾ എന്ന് പറയുന്നത് ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതിനെ പ്രേരിപ്പിക്കുന്ന ഉത്തേജകങ്ങൾ, ഉൾപ്രേരണ, അതിനെയാണ് നമ്മൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എന്താണ്, വെള്ളം ദാഹം വന്നു, വെള്ളം കുടിക്കാനായിട്ട് ദാഹം വന്നു അല്ലെ. അപ്പൊ നമ്മുടെ മുന്നിൽ തോന്നുന്നത് ദാഹിച്ചിട്ട് പാടില്ല, അപ്പൊ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം. ദാഹം മാറാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതെന്താണ്? ഉള്ളിൽ നിന്ന് വരുന്നതാണ് അല്ലെ, ഒരു ഉൾപ്രേരണയാണ്. നമുക്ക് ദാഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് വിശക്കുന്നുണ്ട്, വിശപ്പ് മാറാനായിട്ട് ഭക്ഷണം കഴിക്കണം. അതെന്താണ്? നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഡ്രൈവാണ് അല്ലെ, ഉൾപ്രേരണയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഡ്രൈവ് എന്താണ്? ഉൾപ്രേരണ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അല്ലെ. അപ്പൊ എന്താണ്? പ്രവർത്തനത്തിന്, ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഉത്തേജകമാണ് ഇത് ഡ്രൈവ് അല്ലെങ്കിൽ ഉൾപ്രേരണ എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? പ്രൈമറി. സെക്കൻഡ് വൺ സെക്കൻഡറി. പ്രൈമറി ഡ്രൈവിനെ പറയുന്ന മറ്റൊരു പേരാണ് സൈക്കോളജിക്കൽ ഡ്രൈവ്. ഇനി സെക്കൻഡറിനെ പറയുന്നത് എന്താണ്? സോറി, ഫിസിയോളജിക്കൽ ഡ്രൈവ് ആണ് കേട്ടോ. പ്രൈമറിനെ പറയുന്നത് ഫിസിയോളജിക്കലും സെക്കൻഡറി ഡ്രൈവിനെ പറയുന്നത് സൈക്കോളജിക്കൽ ഡ്രൈവ് എന്നാണ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി എന്താണ് പ്രൈമറി ഡ്രൈവ് എന്ന് പറഞ്ഞാല്? പ്രൈമറി ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവ എന്താണ്? ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എന്താണ്? ഇപ്പോ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. വിശപ്പ്, ദാഹം അല്ലെങ്കിൽ ഉറക്കം വരുന്നത്, അതിന്റെയൊക്കെ ആവശ്യകത തുടങ്ങിയ അതിജീവനത്തിന് അത്യാവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾ അവ എന്താണ്? ജന്മസിദ്ധമാണ് അല്ലെ, അനുഭവത്തിലൂടെ പഠിക്കപ്പെടുന്നതല്ല ഇല്ലേ. പ്രൈമറി എന്ന് പറയുമ്പോൾ നമുക്ക് വിശപ്പ്, ദാഹം വരുന്നത്, ഉറക്കം വരുന്നത്. ഉറക്കം വരികയാണെങ്കിൽ നമ്മൾ ഉറങ്ങണം, അല്ലെങ്കിൽ വിശപ്പ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ പഠനത്തിലൂടെയാണോ അത് ലഭിക്കുന്നത്? ഇല്ല, നമുക്ക് തന്നെ തോന്നുന്ന കാര്യങ്ങളാണ് അല്ലെ പ്രൈമറി, അല്ലെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി സെക്കൻഡറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ പഠനത്തിലൂടെയും അനുഭവത്തിലൂടെയും നേടിയെടുക്കുന്നതാണ് സെക്കൻഡറി ഡ്രൈവ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? പ്രൈമറി ഡ്രൈവ് എന്ന് പറഞ്ഞാല് വിശപ്പ്, ദാഹം, ഉറക്കം, അതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ അത് മനസ്സിലായില്ലേ പ്രൈമറി ഡ്രൈവ്. ഇനി സെക്കൻഡറി ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അനുഭവത്തിലൂടെയും പഠനത്തിലൂടെയും ഒക്കെ നമ്മള് നേടിയെടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഒരു പ്രാഥമിക ഡ്രൈവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, പക്ഷെ കൂടുതൽ സങ്കീർണവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഘടകങ്ങളെയാണ് ഇത് സ്വാധീനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയാൻ എന്താണ്? അച്ചീവ്മെന്റ് മോട്ടിവേഷൻ, അതുപോലെ സ്റ്റാറ്റസ് മോട്ടിവേഷൻ, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ സെക്കൻഡറി ഡ്രൈവിൽ വരുന്നത്. മനസ്സിലായോ? പഠനത്തിലൂടെയും നമ്മള് അനുഭവത്തിലൂടെയൊക്കെ നേടിയെടുക്കുന്ന കാര്യങ്ങൾ, അച്ചീവ്മെന്റ്സ്, ഇതൊക്കെ എന്താണ്? നമ്മുടെ അനുഭവത്തിലൂടെയും പഠനത്തിലൂടെയും നേടിയെടുക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അതുപോലെ എന്താണ്? സ്റ്റാറ്റസ് മോട്ടിവേഷൻ, അതുപോലെ ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ എന്താണ്? നമ്മൾക്ക് ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസിലൂടെയും പഠനത്തിലൂടെയും നമ്മൾ നേടിയെടുക്കുന്ന ഒരു ഡ്രൈവാണ് ഇത് സെക്കൻഡറി മോട്ടിവേഷൻ സെക്കൻഡറി ഡ്രൈവ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് സ്റ്റാറ്റസ് മോട്ടിവേഷൻ, അച്ചീവ്മെന്റ് മോട്ടിവേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ. ഓക്കെ, മനസ്സിലായോ? ഡ്രൈവ് രണ്ട് തരത്തിലുണ്ട്, പ്രൈമറി, സെക്കൻഡറി. എക്സാമ്പിൾ വെച്ച് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ, എന്താണെന്നുള്ളത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ക്യൂ സ്റ്റിമുലി എന്ന് പറഞ്ഞാല്. ഓക്കെ, ക്യൂ സ്റ്റിമുലി are any objects existing in the environment as perceived by the individuals
The idea is to discover the conditions under which the stimulus will increase the probability of eliciting a specific response. There may be two types of stimuli so far as their result in terms of response. There may be two types of stimuli so far as their result in terms of response are concerned: generalization and discrimination. അപ്പോ ഇനി ഈ ക്യൂ സ്റ്റിമുലിയിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റെസ്പോൺസ് തരുന്ന പ്രതികരണം ഉണ്ടാക്കുന്ന ആ ചുറ്റുപാടുമുള്ള ഏതൊരു വസ്തുവിനെയും നമ്മൾ സ്റ്റിമുലസ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? റെസ്പോൺസ് തരുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതികരണം അല്ലെ, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുന്നത്, പ്രതികരണം ഉണ്ടാക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതൊരു വസ്തുവിനെയും സ്റ്റിമുലസ് എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? സ്റ്റിമുലസ് എന്താണ്? നമ്മൾക്ക് റെസ്പോൺസ് തരുന്ന അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടാക്കുന്ന ചുറ്റുപാടുമുള്ള ഏതൊരു വസ്തുവിനെയും നമ്മൾ പറയുന്നത് സ്റ്റിമുലസ് എന്നാണ്. ഓക്കെ, ഓരോ റെസ്പോൺസിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് സ്റ്റിമുലസ് ഉണ്ടാകുന്നത്. ഓക്കെ, അതിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ജനറലൈസേഷൻ സ്റ്റിമുലസ് എന്നും ഡിസ്ക്രിമിനേഷൻ സ്റ്റിമുലസ്. ഓക്കെ, സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോൺസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രതികരണം, നമ്മളില് പ്രതികരണം ഉണ്ടാക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതൊരു വസ്തുവിനെയും പറയുന്നതാണ് സ്റ്റിമുലസ് എന്ന്. ഓക്കെ, സ്റ്റിമുലസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: ജനറലൈസേഷൻ സ്റ്റിമുലസ് എന്നും ഡിസ്ക്രിമിനേഷൻ സ്റ്റിമുലസ് എന്നും. ഇനി എന്താണ് ജനറലൈസേഷൻ സ്റ്റിമുലസ്, അതുപോലെ ഡിസ്ക്രിമിനേഷൻ സ്റ്റിമുലസ് എന്താണെന്നാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പഠിക്കുന്നത്. കിട്ടിയോ? എന്താണ് സ്റ്റിമുലസ്? നമ്മുടെ ചുറ്റുപാടുമുള്ള നമുക്ക് പ്രതികരണം, റെസ്പോൺസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതൊരു വസ്തുവിനെയും നമ്മുടെ സ്റ്റിമുലസ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇനി എന്താണ് ജനറലൈസേഷൻ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാല് നോക്കാം. Generalization happens when a response is triggered by a similar yet novel stimulus. If two stimuli are exactly alike, they will have the same probability of evoking a specific response. The principles of generalization holds significant implications for human learning. Because of generalization, a person does not have to completely relearn each of the new tasks. It enables members to adjust to both overall changing conditions and specific new tasks. Individuals can draw on previous learning experience to adapt more easily to new learning situation. അപ്പൊ എന്താണ് ജനറലൈസേഷൻ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാല്? അതായത് സ്റ്റിമുലസ് triggers the same response. എന്താ പറയുന്നത്? സ്റ്റിമുലസ് triggers the same response. എന്താണ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലായേ? ഒരുപോലെയുള്ള സ്റ്റിമുലസ് ഒരേ തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാക്കുന്നതിനെയാണ് ജനറലൈസേഷൻ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. എന്താണ് ഉദ്ദേശിക്കുന്നത്? ജനറലൈസേഷൻ സ്റ്റിമുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരുപോലെയുള്ള ഒരേ തരത്തിലുള്ള സ്റ്റിമുലസ് ഒരേ രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടാക്കുന്നു. ഒരുപോലെയുള്ള സ്റ്റിമുലസ് ഒരേ തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാക്കുന്നതിനെയാണ് ജനറലൈസേഷൻ സ്റ്റിമുലസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം. അതായത് ഒരാൾക്ക് ഒരു വലിയ പട്ടിയെ പേടിയാണ്. ഓക്കെ, വലിയ രീതിയിലുള്ള വലിയ പട്ടിയെ കാണുമ്പോൾ പേടിയാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴോ ഇത്തരത്തിലുള്ള വലിയ പട്ടികളെ കാണുമ്പോൾ അയാൾക്ക് എന്താണ്? പേടി തോന്നുന്നു അല്ലെ? അതെന്താണ്? ഒരു ജനറലൈസേഷൻ ആണ് അല്ലെ? വലിയ പട്ടിയെ പേടിയാണ്, അയാൾക്ക് വലിയ പട്ടിയെ പേടിയാണ്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ എല്ലായിടത്തും പോകുമ്പോഴോ അല്ലെങ്കിൽ വീടുകളിലൊക്കെ പോകുമ്പോ അങ്ങനെയുള്ള പട്ടികളെ, വലിയ രീതിയിലുള്ള വലിയ പട്ടികളെ കാണുമ്പോൾ എന്താണ്? അയാൾക്ക് പേടി വരുന്നുണ്ട്. കണക്ഷൻ കിട്ടുന്നുണ്ടോ? മനസ്സിലായോ? അതാണ്
ജനറലൈസേഷൻ സ്റ്റിമുലസ് കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ്? ഒരുപോലെയുള്ള സ്റ്റിമുലസ് ഒരേ തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാക്കുന്നു. അപ്പൊ എന്താണ്? ഒരുപോലെയാണല്ലോ അവിടെ സംഭവിക്കുന്നത്. അയാൾക്ക് പൊതുവെ വലിയ പട്ടിയെ കാണുമ്പോൾ പേടിയാണ്. അപ്പൊ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ വഴിയിലേക്കൊക്കെ ഇറങ്ങുമ്പോ അങ്ങനത്തെ രീതിയിലുള്ള പട്ടികളെ കാണുമ്പോൾ അയാൾക്ക് പേടി വരുന്നു. അതെന്താണ്? ജനറലൈസേഷൻ സ്റ്റിമുലസ് ആണെന്നാണ് പറയുന്നത്. ഇനി അതെങ്ങനെയാണ് ലേണിംഗില് ഇമ്പോർട്ടന്റ് ആകുന്നത് എന്നാണ് പറയുന്നത്. ജനറലൈസേഷനിലൂടെ എംപ്ലോയീസിന് അവർ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ജനറലൈസേഷൻ വഴി എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവർ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ജനറലൈസേഷൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ, ഇങ്ങനെയാണ് കാര്യങ്ങള് എന്നുള്ളത് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ജനറൽ ആയിട്ടുള്ള ഐഡിയാസ് അവർക്ക് കിട്ടിക്കഴിഞ്ഞല്ലേ. അങ്ങനെ അതേ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോ അതെങ്ങനെ തരണം ചെയ്യാം, അതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, അതെങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ ആണോ? അതാണ് ജനറലൈസേഷൻ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നത് എന്താണ്? ഒരു എന്തെങ്കിലും ചേഞ്ചിങ് സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? അത് ചേഞ്ചിങ് സിറ്റുവേഷൻ വന്ന് പേടിച്ച് മാറി നിൽക്കാതെ അവരതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതെങ്ങനെ തരണം ചെയ്യാം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് എങ്ങനെ കാഴ്ചവെക്കാം എന്നവർക്ക് ജനറലൈസേഷൻ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് എല്ലാ കാര്യങ്ങളും പൊതുവായിട്ട് കാണാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ജനറലൈസേഷൻ സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപോലെയുള്ള സ്റ്റിമുലസ് ഒരേ തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാക്കുന്നു. ഓക്കെ ആണോ? എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. ഒരാൾക്ക് ഒരു വലിയ പട്ടിയെ പേടിയാണ്. അപ്പൊ പുറത്തോട്ടോ അല്ലെങ്കിൽ എല്ലായിടത്തേക്കും പോകുമ്പോഴൊക്കെ അയാൾക്ക് ആ രീതിയിലുള്ള പട്ടികളെ കാണുമ്പോൾ പേടി തോന്നുന്നു. ഒരു ജനറലൈസേഷൻ കിട്ടുന്നുണ്ട് അല്ലെ. ജനറൽ ആയിട്ടാണ് അദ്ദേഹം ആ പട്ടികളെ നോക്കി കാണുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ലേണിംഗില് എങ്ങനെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്? എംപ്ലോയീസിന്റെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് എന്താണ്? ഈ ജനറലൈസേഷനിലൂടെ അവർ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ടും അതുപോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതുമായിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അഥവാ ചേഞ്ചിങ് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് എങ്ങനെ കാഴ്ചവെക്കാം എന്നുള്ളതും അതുമായിട്ട് അവർക്ക് ഐഡിയ ലഭിക്കുന്നു. കിട്ടിയോ? അതാണ് ജനറലൈസേഷൻ സ്റ്റിമുലസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഡിസ്ക്രിമിനേഷൻ ഈസ് എ പ്രോസസ് whereby an organization learns to emit a response to a stimulus but avoids making the same response to a similar but somewhat different stimulus. Discrimination has extensive application in organization behavior. Example is supervisor can discrimination between two equally high producing workers, one with low quality and other with the high quantity. ഇവിടെ ഡിസ്ക്രിമിനേഷൻ സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്പെസിഫിക് റെസ്പോൺസിന് ഒറ്റ റെസ്പോൺസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഒരു സ്പെസിഫിക് റെസ്പോൺസിന് ഒറ്റ റെസ്പോൺസ്, സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റിമുലസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെസ്പോണ്ട് ഒറ്റ റെസ്പോൺസേ അതിൽ നിന്ന് കിട്ടുള്ളൂ സ്റ്റിമുലസ്. ഓക്കെ, റെസ്പോണ്ട് ഓൺലി ടു എ സ്പെസിഫിക് സ്റ്റിമുലസ്. അതാണ് ഡിസ്ക്രിമിനേഷൻ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാല്. റെസ്പോണ്ട് ഓൺലി ടു എ സ്പെസിഫിക് സ്റ്റിമുലസ്. സ്പെസിഫിക് സ്റ്റിമുലസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താണ്? ഒരൊറ്റ റെസ്പോൺസേ ഉണ്ടാവുള്ളൂ. ഇനി വേറെ സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? അതിന് വേറെ റെസ്പോൺസ് ആയിരിക്കും. ക്ലിയർ ആയോ? ഒരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ ഒരു റെസ്പോൺസ് ആയിരിക്കും, വേറെ സ്റ്റിമുലസ് ആണെങ്കിൽ വേറെ റെസ്പോൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ജനറലൈസേഷൻ അങ്ങനെയല്ല. എന്താണ്? ഒരുപോലെയുള്ള സ്റ്റിമുലസ് ആണെങ്കിൽ ഒരേ രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ്? ഒരു സ്റ്റിമുലസിന് ഒരു റെസ്പോൺസ്, വേറെ സ്റ്റിമുലസിന് വേറെ റെസ്പോൺസ്. ക്ലിയർ ആയോ? ഓക്കെ, ഡിഫറൻസ് മനസ്സിലായോ? എക്സാമ്പിൾ നോക്കാം. എന്താണ്? ഒരു കമ്പനിയിൽ ഒരേ ക്വാളിഫൈഡ് ആയിട്ടുള്ള 2 എംപ്ലോയീസ് ഉണ്ട്. ഒരു ക്വാളിഫൈഡ്
ഓക്കെ, ഇപ്പൊ ഡിഗ്രി പഠിച്ചതാണെങ്കിൽ രണ്ടുപേരും ഡിഗ്രി പഠിച്ച് അതേ നല്ല രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ്. അപ്പോ അവർക്ക് എന്താണ്, അവരെ വേർതിരിച്ച് കാണാനായിട്ട് സൂപ്പർവൈസർക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പോ നമുക്കറിയാം, ഇപ്പോ ഓരോ ക്വാളിഫിക്കേഷൻ ഉണ്ടായത് കൊണ്ട് മാത്രം നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യണമെന്നില്ലല്ലേ. ചിലപ്പോ ഒരാൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പെർഫോം ചെയ്യാം, ഒരാൾ നെഗറ്റീവായിട്ട് ചെയ്യാം. ചിലപ്പോ അത്രയ്ക്ക് മറ്റാളുടെ അത്രയ്ക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് മറ്റാൾക്ക് കാഴ്ചവെക്കാനായിട്ട് പറ്റില്ല, അല്ലെ. ക്വാളിഫിക്കേഷൻ ഉണ്ടാവാം, പക്ഷെ എന്താണ്, നല്ല രീതിയിൽ രണ്ടുപേർക്കും കാഴ്ചവെക്കാനായിട്ട് പറ്റില്ല. ഒരാൾ ചിലപ്പോൾ നല്ല രീതിയിൽ ചെയ്യാം, മറ്റാളെന്താണ് ചിലപ്പോൾ അതിലും താഴ്ന്ന രീതിയിലായിരിക്കാം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ്, വേർതിരിച്ച് കാണാനായിട്ടുള്ള കഴിവല്ലേ സൂപ്പർവൈസർക്ക് അവരെ വേർതിരിച്ച് കാണാനായിട്ടുള്ള കഴിവുണ്ട്. അതാണ് ഡിസ്ക്രിമിനേഷൻ സ്റ്റിമുലസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഒരാൾക്ക് എന്താണ് രണ്ട് ക്വാളിഫിക്കേഷൻ, നല്ല രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്, രണ്ടുപേർക്കും ഒരുപോലെയുള്ള ക്വാളിഫിക്കേഷൻ, പക്ഷെ രണ്ടുപേരെയും വേർതിരിച്ച് കാണുന്നു. ഒരാൾക്ക് വേറെ രീതിയിൽ കാണുന്നു, മറ്റൊരാളെ വേറെ രീതിയിലാണ് കാണുന്നത്. അതാണ് ഡിസ്ക്രിമിനേഷൻ സ്റ്റിമുലസ് ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോ നമ്മൾ പഠിച്ചത് എന്താണ്, ജനറലൈസേഷൻ സ്റ്റിമുലസ്, അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ സ്റ്റിമുലസ്. ഇനി നെക്സ്റ്റ് ആണ് റെസ്പോൺസസ്. The stimulus lead to a response. Response can be a physical form in terms of attitudes. Familiarity, perception, or other complex phenomena. In a above example, the supervisor discriminates between the worker producing low quality products and the worker producing high quality products, and positively respond only to the quality conscious worker. Okay, അപ്പോ ഇവിടെ പറയുന്നത് റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഉത്തേജനം ഒരു എന്താണ് പ്രതികരണത്തിലേക്ക് നയിക്കുന്നുണ്ട്, അല്ലെ. ഉത്തേജനം, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതികരണത്തിലേക്ക് നയിക്കുന്നുണ്ട്. പ്രതികരണങ്ങള് ഭൗതിക രൂപത്തിലോ മനോഭാവങ്ങള്, അതുപോലെ പരിചയം, എക്സ്പീരിയൻസ്, ധാരണകള്, മറ്റു സങ്കീർണ പ്രതിഭാസങ്ങള് എന്നിവയിലോ ആകാം. മുകളിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഉദാഹരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സൂപ്പർവൈസർ എന്താണ്, അദ്ദേഹത്തിന് ഓരോ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളുണ്ട് അയാളുടെ കമ്പനിയില്. അതുപോലെ തന്നെ ആ സൂപ്പർവൈസർക്ക് ആ രണ്ട് എംപ്ലോയീസിനെയും വേർതിരിച്ച് കാണാനായിട്ടുള്ള കഴിവുണ്ട്, അല്ലെ. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന, നല്ല ക്വാളിറ്റി ഉള്ള വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരിക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്താണ്, നെഗറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് കൊടുക്കുന്നത്, അല്ലെ. അപ്പൊ രണ്ട് രീതിയിലുള്ള വർക്കേഴ്സ്, നല്ല രീതിയിലുള്ള ഈക്വൽ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള രണ്ട് വർക്കേഴ്സ് ഉണ്ട്. പക്ഷെ അവരുടെ വർക്കില് അവര് എന്താണ്, രണ്ട് രീതിയിലാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റെസ്പോൺസും എങ്ങനെയായിരിക്കും, വേർതിരിച്ച് അല്ലെങ്കിൽ ഡിഫറൻസ് ആയിരിക്കും അവരോടുള്ള റെസ്പോൺസ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ഉത്തേജനം ഒരു പ്രതികരണത്തിലേക്ക് നയിക്കുന്നുണ്ട്, അല്ലെ. ഓക്കെ, സ്റ്റിമുലസ് ലീഡ് ടു എ റെസ്പോൺസ്. ഓക്കെ, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെസ്പോണ്ട് ചെയ്യുന്നത്, പ്രതികരിക്കുന്നുണ്ടല്ലേ നമ്മള്. അപ്പൊ എങ്ങനെയാണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ നല്ല രീതിയിൽ അവിടുത്തെ സൂപ്പർവൈസേഴ്സ് പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ നെഗറ്റീവായിട്ട് വർക്കിൽ എന്തെങ്കിലും ലോ അല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിൽ ചെയ്യാത്ത വർക്കേഴ്സ് ആണെങ്കിൽ അവരോട് പ്രതികരിക്കുന്ന രീതിയും വ്യത്യാസമായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റ് ഈസ് എ കീ എലമെന്റ് ഓഫ് ലേണിംഗ്, അല്ലെ. ലേണിംഗിന്റെ ഒരു കീ എലമെന്റ് ആണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. വിത്തൗട്ട് റീഇൻഫോഴ്സ്മെന്റ് നോ മെഷറബിൾ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ takes place. Reinforcement can describe as environmental occurrence that affect the probability of occurrence of responses with which they are associated. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഠനത്തിന്റെ ഒരു മുഖ്യ ഘടകമാണ്, ഒരു കീ എലമെന്റ് ആണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ് കൂടാതെ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പെരുമാറ്റത്തില് അളക്കാവുന്ന ഒരു മാറ്റവും
സംഭവിക്കുന്നില്ല റീഇൻഫോഴ്സ്മെന്റിലൂടെ. നമുക്ക് പെരുമാറ്റത്തിൽ നമ്മുടെ ബിഹേവിയറില് മെഷറബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ റീഇൻഫോഴ്സ്മെന്റിലൂടെ നമുക്ക് ലഭിക്കുന്നില്ല. അവ ബന്ധപ്പെട്ട ഒരു പ്രതികരണങ്ങളെ സാധ്യതയെ ബാധിക്കുന്ന പാരിസ്ഥിതിക സംഭവങ്ങളുമായിട്ട് റീഇൻഫോഴ്സ്മെന്റിനെ വിശേഷിപ്പിക്കാം. എക്സാമ്പിൾ പറഞ്ഞു തരാം. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്തൊക്കെയായിരിക്കാം? കമ്പനിയിൽ എംപ്ലോയീസിന് കിട്ടുന്ന പോസിറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് പറയാൻ പറ്റുമോ? എന്തൊക്കെയായിരിക്കാം പോസിറ്റീവ് ആയിട്ട് അവർക്ക് ലഭിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാല്? പോസിറ്റീവ് ആയിട്ട് അവർക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? ബോണസ് കിട്ടും, അതുപോലെ പ്രമോഷൻ, സാലറി ഇല്ലേ? അതൊക്കെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് ആയിട്ട് കിട്ടുന്നതോ? നെഗറ്റീവ് ആയിട്ട് വരുന്നത് പണിഷ്മെന്റ് അല്ലെ? പണിഷ്മെന്റ് കിട്ടുന്നുണ്ട് അല്ലെ? പണിഷ്മെന്റുകള്, അതുപോലെ എക്സ്റ്റൻഷൻസ്, ഓക്കെ സസ്പെൻഷൻ, ഇതൊക്കെ കിട്ടുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ വരുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ളതുമുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ളതുമുണ്ട്. പോസിറ്റീവിന് സാലറി, അതുപോലെ പ്രമോഷൻ, അതുപോലെ ബോണസ്, ഇതൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ്, സസ്പെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്താ? റിറ്റൻഷൻ. റിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിലനിർത്തുന്നത് അല്ലെ? നിലനിർത്തുക. ഓക്കെ, ഫിഫ്ത് പോയിന്റ് ആണ് the consistency of learning behavior over the time is defined as retention, and the converse of is forgetting. Some of the learning is retained over a period of time while others may be forgotten. ഇവിടെ പറയുന്നത് നിലനിർത്തുക, എംപ്ലോയീസിനെ നിലനിർത്താനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ? ഒരു കാലക്രമേണ ആ പഠന സ്വഭാവത്തിന്റെ സ്ഥിരമായിട്ടുള്ള ഒരു നിലനിർത്താനായിട്ട്, നിലനിർത്തല് എന്നും വിപരീതമാക്കൽ എന്നും നിർവചിക്കുന്നുണ്ട്. പറഞ്ഞു തരാം. പഠനത്തിന്റെ ചില ഭാഗങ്ങള് ഒരു നിശ്ചിത കാലയളവില് നിലനിർത്തപ്പെടുന്നു, മറ്റുള്ളവ മറന്നു പോയേക്കാം. ഇപ്പോ നമ്മള് ഡിഗ്രി ഒക്കെ പഠിച്ചു, PG ഒക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മള് അപ്പോ തന്നെ ജോലിക്ക് കയറുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട, നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങൾ എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലിയിലാണ് നമ്മൾ കയറുന്നതെങ്കിൽ എന്താണ്, അപ്പോ നമ്മൾ പഠിച്ച നോളജ് വെച്ച് അവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ? ആണോ? അപ്പൊ എന്താണ്, നമുക്ക് അങ്ങനെയുള്ള തിയറീസ് അറിയാൻ പറ്റും, എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ ബേസ്ഡ് വരുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്താണ്, നമ്മൾ ജോലിക്ക് കയറിയപ്പോ ആ നോളജ് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, നമ്മൾ മറന്നു പോകില്ല പഠിച്ചത് എന്താണ്. ഇപ്പൊ നമ്മൾ പഠിച്ച ഒരു കാര്യം, അത് കഴിഞ്ഞ് നമുക്ക് ഇയർ ഗ്യാപ്പ് വന്ന് കുറെ കാലങ്ങളായിട്ട്, അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഫീൽഡില്ല നമുക്ക് ജോലി കിട്ടിയതെങ്കിൽ നമ്മൾ എന്താണ്, അതുമായിട്ട് നമ്മൾ എന്താണ് മാച്ച് ചെയ്യാത്തതുപോലെ ഉണ്ടാവും അല്ലെ? നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമ്മൾക്ക് സർവ്വസാധാരണമാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾക്ക് കിട്ടുന്ന ജോലി മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവിടെ മറന്നു പോകും. ആണോ? മറന്നു പോകാറുണ്ടോ? കുറെ വർഷങ്ങൾക്ക് ശേഷം ഇയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ? പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ പഠിച്ച മേഖലകളിലെല്ലാം നമുക്ക് ജോലി കിട്ടിയതെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചത് എന്താണ്, നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് ജോലിയില്. അപ്പൊ എന്താണ്, നമ്മൾ മറന്നു പോകാനായിട്ട് ഇടവരുന്നുണ്ട്. മനസ്സിലായോ? നമ്മൾ പഠിച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്താണ്, അപ്പൊ ആ നോളജും പഠിച്ച നോളജും അതിന്റെ പ്രാക്ടിക്കലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയില്ലാവും. ഇയർ ഗ്യാപ്പ് വന്നു, പിന്നീട് നമുക്ക് ജോലി കിട്ടി, ആ ജോലിയിൽ നമ്മൾക്ക് പഠിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോലിയെല്ലാം കിട്ടിയതെങ്കിൽ പിന്നെ എന്താണ്, നമ്മള് മറക്കാൻ സാധ്യതയുണ്ട് അല്ലെ? നമ്മൾ തിയറീസും പ്രാക്ടിക്കൽസും എല്ലാം മറക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് റിട്ടൻഷനിൽ വരുന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും എടുക്കാനില്ലല്ലോ നിങ്ങൾക്ക്? കംപ്ലീറ്റ് അല്ലേ ഈ പോർഷൻ? രണ്ടാമത്തെ ചാപ്റ്റർ ഓർഗനൈസേഷൻ ബിഹേവിയർ കംപ്ലീറ്റ് ആയില്ലേ? നല്ല രീതിയിൽ പഠിക്കാം. സെക്കൻഡ് അവർ നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ കിട്ടുന്ന ടൈം ഇരുന്ന് പഠിക്കാം. ഓക്കെ, പരീക്ഷ വരാനായിട്ട് അല്ലെ? ടൈം ടേബിൾ കിട്ടിയോ നിങ്ങൾക്ക്?
കിട്ടി. അപ്പൊ അതനുസരിച്ച് കിട്ടുന്ന സമയം എനിക്കറിയാം ഓണം വെക്കേഷൻ ആണ്, അപ്പൊ പിള്ളേരൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും കിട്ടുന്ന സമയം PG ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഡിപ്ലോമ പിന്നെ നമുക്ക് വായിച്ചാല് മനസ്സിലാവും അല്ലെ. PG ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെ. നാളെ ക്ലാസ് അറിയില്ല, അപ്പോ സെക്കൻഡ് അവർ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നാളെ ക്ലാസ്സുള്ള കാര്യം മിസ്സിന് അറിയില്ല, ഓഫീസിൽ അറിയിക്കും കേട്ടോ. ഓക്കെ, അപ്പോ കിട്ടുന്ന ടൈം നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഗൈഡൊക്കെ മനസ്സിലുണ്ട് എല്ലാവരും ഗൈഡ്. ഓക്കെ, അപ്പൊ അത് നോക്കിയിരുന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ എവിടം വരെയായി ഓണം വെക്കേഷനൊക്കെ? ഓണത്തിന്റെ പരിപാടികളൊക്കെ എവിടം വരെയായി? ആയി വരുന്നു അല്ലെ. ഓക്കെ, മഴയാണ് ഇപ്പൊ, ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് സെലിബ്രേഷൻ. ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഓഫീസിൽ സെലിബ്രേഷൻ 3-ാം തീയതിയാണ്. ഡ്രസ് എടുത്തു, സാരി എടുത്തു, ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സെലിബ്രേഷൻ ഒരു മൂടാണ്. ഞങ്ങൾക്ക് ഡാൻസ് ഉണ്ട്, എല്ലാ സ്റ്റാഫുകൾ എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ 3-ാം തീയതി കാലത്ത് തൊട്ട് 4:30 വരെയാണ് പ്രോഗ്രാം. അന്നൊക്കെ മഴയാണെങ്കിൽ സാരിയൊക്കെ നല്ല കളറായിരിക്കുള്ളൂ. മഴയെ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ വരാനായിട്ട്. ബസ്സിലൊക്കെ കയറി വരുമ്പോ ചെളിയും അതിലൊക്കെ ആയിരിക്കുള്ളൂ. അങ്ങനെ ഇൻസ്റ്റഗ്രാമില് കണ്ടിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പഠിക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നെക്സ്റ്റ് അവർ ഇല്ല, നെക്സ്റ്റ് അവർ ഇല്ല. അപ്പൊ കിട്ടുന്ന സമയം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ നോക്കാം കേട്ടോ. സുഖമായിരിക്കുന്നു. ഓക്കെ, എന്റെ വീട് മൂത്തുകുന്ന്, ഇവിടെ അടുത്താണ്. കൊടുങ്ങല്ലൂര് കേട്ടിട്ടുണ്ടോ? കൊടുങ്ങല്ലൂർക്ക് പോണ്ട. മൂത്തുകുന്ന്. ഓക്കെ, കോൺവെക്കേഷന് വരുമ്പോ ടീച്ചേഴ്സിനെ കാണാം കേട്ടോ, കാണാം. ഓക്കെ, എന്റെ കോൺവെക്കേഷന് വന്നിരുന്നില്ലേ? ടീച്ചേഴ്സിനെ മിസ് ചെയ്യുന്നല്ലേ? ഓക്കെ, കോൺവെക്കേഷന് വരുമ്പോ കാണാം കേട്ടോ. വന്നിരുന്നു. ഓക്കെ, ഇനി ക്ലാസ് ഇല്ല കേട്ടോ. നെക്സ്റ്റ് അവരുടെ ക്ലാസ് ഇല്ല. പോർഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ക്ലാസ് ഇല്ല. നാളെ വാഹിദ മിസ്സിനെയാണ് ഉദ്ദേശിച്ചത്. അറിയില്ല, കോൺവെക്കേഷന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് സാറ് പറയും. വന്ദന മിസ് ഇവിടെ ഉണ്ട്, ഞാൻ പറയാം മിസ്സിനോട്. ആര്യ പറയാട്ടോ. ഓക്കെ ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാം. മാം മെസ്സേജ് ടൈപ്പ് ആവുന്നില്ല, അതുകൊണ്ട്. കുഴപ്പമില്ല. പിന്നെന്താ? ടീച്ചേഴ്സിനോട് ഞങ്ങൾക്ക് അന്ന് വരുമ്പോ കാണാലോ. കാണാം. ഞങ്ങൾക്ക് അന്ന് എല്ലാ മിസ്സിനോടും കാണുന്നുണ്ട്. അതെ, ഈ കോൺവെക്കേഷന് വന്നിരുന്നോ മോള്? ഇല്ല, വന്നിരുന്നില്ല. ഞാൻ ഇതിന് വരും, ഈ കോൺവെക്കേഷന് വരും. വീട് എവിടെയാണ്? വീട് ചാലക്കുടി, ഞങ്ങൾ അതിരപ്പള്ളി പോണ വഴി അവിടെ തന്നെയാ, മെയിൻ തന്നെയാ. ഈ വഴിക്ക് വരാറുണ്ടോ? വരാറില്ല. അതിരപ്പള്ളിക്ക് ഇതുവരെ വന്നിട്ടില്ലേ? അതിരപ്പള്ളിക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്, മഴയുണ്ട് അവിടെ ഇപ്പൊ? നല്ല മഴ ഇപ്പൊ തീർന്നുള്ളൂ, നല്ല മഴയാ. മഴ പെയ്യും.
മിസ് ഒരു വർഷമായി മിസ്സിനെ കാണാൻ തുടങ്ങിയിട്ട്. അന്ന് മിസ് ചെയ്യുന്നു ഒത്തിരി. ചെയ്യുന്നുണ്ടല്ലേ? കോൺവൊക്കേഷൻ വരുമ്പോ നമുക്ക് കാണാം. മാം കുറച്ചു നാളെ ഞങ്ങൾ സ്റ്റുഡൻസ് പോലെ ആയിട്ട് മാം നല്ല രസമുണ്ടായി. വീണ്ടും പഠിക്കാൻ തുടങ്ങിയപ്പോ ഭയങ്കര ഇഷ്ടമായി. അതല്ലേ? ഓക്കെ. കുട്ടികൾക്കൊക്കെ നല്ല എൻകറേജ്മെന്റ് ആയിരുന്നു ഞാൻ പഠിക്കുന്ന കാണുമ്പോഴേ. ഓക്കെ. വേറെ ഏതെങ്കിലും കോഴ്സിൽ ചേർന്നിട്ടുണ്ടോ? മാം ഈ HR-ന്റെ കോഴ്സ് അല്ലേ, അതിപ്പോഴും നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. അത് 1 year ആണോ അതോ 6 months ആണോ? ഇല്ലില്ല, അതൊരു 4 to 5 വരെ ആയിരിക്കുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ആ കോഴ്സ് പഠിച്ച മാം എന്ത് ജോലിയാവും കിട്ടുക? ഹ്യൂമൻ റിസോഴ്സ് ആ കോഴ്സ് പഠിച്ചാൽ അപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾ ഇവിടെ ചേർന്നെങ്കിൽ ചേർന്നോളൂ കേട്ടോ. അടുത്ത ബാച്ചുകൾ വരുന്നുണ്ട്, വേണമെങ്കിൽ ചേരാം. ചോദിച്ചതാണ്. പിന്നെന്താ, നമ്മുടെ ബാച്ചിൽ ആർക്കെങ്കിലും ജോലി കിട്ടിയതായിട്ട് പറഞ്ഞോ? അറിഞ്ഞിരുന്നോ എന്തെങ്കിലും കാര്യങ്ങള്? ഇല്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. ടോമിനെ കാണാറുണ്ടോ? HNI-യിലുള്ള ടോം ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ ഇടാറുണ്ട്. ഓക്കെ. കോൺവെക്കേഷൻ അവനെ കണ്ടില്ല ഞാൻ. അവൻ വരുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ കോൺവെക്കേഷനും എന്തോ സുഖമില്ലാതിരിക്കുവായിരുന്നു. ഓക്കെ, ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞേട്ടോ. അപർണ മിസ്സും അപർണമിസ്സിന്റെയും അന്വേഷണം എന്ന് പറഞ്ഞേക്ക്. പറയാം. അപ്പോ അതിന്റെ ഇപ്പൊ ചെയ്യാം. ചിലപ്പോ നാളെ ക്ലാസ് ഉണ്ടാവും, അറിയില്ല. ഓഫീസിൽ നിന്ന് അറിയിക്കൂ കേട്ടോ ഉണ്ടെങ്കിൽ. അറിയില്ല. നെക്സ്റ്റ് അവരുടെ ക്ലാസ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോ നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ നാളെ ജസ്റ്റ് ഒന്ന് വരാം പറയാനായിട്ട്. നല്ല കുട്ടികളായിട്ട് പഠിക്കാം. ടോപ്പേഴ്സ് ഒക്കെ അല്ലെ, ടോപ്പായിട്ട് എല്ലാവരും ടോപ്പായിട്ട് പഠിക്കാം. നമുക്ക് മൊമെന്റ്സ് ഒക്കെ വാങ്ങിക്കണ്ടേ? ഓക്കെ, നല്ല രീതിയിൽ പഠിക്കാം. ഗൈഡ് ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. അഡ്വാൻസ് ഓക്കെ.